29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. ക്യൂബൻ സംവിധായകനായ പെഡ്രെ ഫ്രെയർ സംവിധാനം ചെയ്ത മലുവാണ് സുവർണ ചകോരം സ്വന്തമാക്കിയത്. മലയാള ചലച്ചിത്രം ഫെമിനിച്ചി ഫാത്തിമയും അവാർഡുകൾ വാരിക്കൂട്ടി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. To the acclaimed filmmaker Ms. Payal Kapadia, we honor this filmmaker who is the pride of India and the Cannes Grand Prix winner. This award carries a cash prize of rupees 5 lakh and a memento. 8 ദിവസം നീണ്ട ഉത്സവ മാമാങ്കം അവസാനിക്കുമ്പോൾ മലയാളിക്കും കേരളത്തിനും ഏറെ അഭിമാനിക്കാവുന്ന ഒന്നുകൂടിയായി മാറുകയാണ് ഈ IFFK. മലയാള ചലച്ചിത്രം ഫെമിനിച്ചി ഫാത്തിമ അവാർഡുകൾ വാരിക്കൂട്ടി. പോളിംഗിലൂടെ തെരഞ്ഞെടുത്ത മികച്ച പ്രേക്ഷക ചിത്രത്തിനുള്ള പുരസ്കാരം, മികച്ച ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം, അന്താരാഷ്ട്ര വിഭാഗത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം, അങ്ങനെ അഭിമാനമായി ഫെമിനിച്ചി ഫാത്തിമ. മികച്ച മലയാളി നവാഗത സംവിധായികയായി വിക്ടോറിയയുടെ സംവിധായിക ശിവരഞ്ജിനിയെ തെരഞ്ഞെടുത്തു. And received the FFSI K.R. Mohanan Award for Best Debut Director from India. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അനഘ രവി, JNK ചെറിയൻ സംവിധാനം ചെയ്ത റിഥം ഓഫ് ദമാം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ചിന്മയ സിദ്ധി എന്നിവർക്ക് അഭിനയ മികവിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ലഭിച്ചു. പെഡ്രെ ഫ്രെയർ സംവിധാനം ചെയ്ത മലു മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം സ്വന്തമാക്കി. സംവിധായക പായൽ കപാഡിയയ്ക്കാണ് സ്പിരിറ്റ് ഓഫ് ദി സിനിമ പുരസ്കാരം. സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിലൂടെ മേള വളരെയധികം ശ്രദ്ധേയമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മേള കൂടുതൽ ശ്രദ്ധേയമായത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സിനിമകൾ മേളയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചുവെന്ന് സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മാറുന്ന ലോകത്തിന്റെ സിനിമാ മുഖം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമകൾ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു. കുറെ ജനപ്രിയമായ സിനിമകൾ അവതരിപ്പിക്കുകയല്ല, അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ ലോകത്തിന്റെ മാറുന്ന സിനിമാ മുഖങ്ങളെ ഇവിടെ ഈ മേളയിൽ അവതരിപ്പിക്കുന്നു. ലോകത്തെ വിവിധ വിഷയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന, ലോകത്തെ വിവിധ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന അങ്ങനെയുള്ള സിനിമകളുടെ പാക്കേജുകളാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചലച്ചിത്രമേളയിലാകെ 13,000-ത്തിലധികം ഡെലിഗേറ്റുകൾ പങ്കെടുത്തു. 238-ത്തിലധികം വിദേശ ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായി മേളയിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം.